ഇറാനുമായുള്ള യുദ്ധത്തിൽ പങ്കുചേരാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന ദ്വീപായ ഡീഗോ ഗാർഷ്യയിലുള്ള ബ്രിട്ടീഷ് US സംയുക്ത സേനാ താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഈ ഒരു തരത്തിലുള്ള അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. അവർ ഡീഗോ ഗാർഷ്യയിലേക്ക് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു. 4000 കിലോമീറ്റർ അപ്പുറമാണത്. ഞാൻ എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്. അവർക്കിപ്പോൾ യൂറോപ്പിന്റെ ഉള്ളിലേക്ക് എത്താനുള്ള കഴിവുണ്ട്, നെതന്യാഹു കൂട്ടിച്ചേർത്തു. അവർ എല്ലാവരെയും ലക്ഷ്യമിടുകയാണ്. സമുദ്ര, അന്താരാഷ്ട്ര പാത, ഊർജ്ജപാത എന്നിവ തടഞ്ഞു. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്താൻ അവർ ശ്രമിച്ചു. ബാക്കിയുള്ള രാജ്യങ്ങളിലെ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഒത്തുകൂടേണ്ട സമയമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യ ദ്വീപിലേക്ക് 2 മിസൈലുകൾ ഇറാൻ കഴിഞ്ഞ ദിവസമാണ് വിക്ഷേപിച്ചത്. എന്നാൽ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തിയില്ല എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. എന്തായാലും USന്റെയും UKയുടെയും സൈനിക താവളം ഡീഗോ ഗാർഷ്യയിലുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറിയുടെ ഭാഗമായ ഈ താവളം പ്രധാനമായും USന്റെ മേൽനോട്ടത്തിലാണ്. ഇത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിലെ വ്യോമ നാവിക പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ്. ഇടത്തരം മിസൈലുകളിൽ ഒരെണ്ണം പറക്കുന്നതിനിടെ പരാജയപ്പെടുകയും മറ്റൊന്നിനെതിരെ US യുദ്ധക്കപ്പൽ SM-3 ഇന്റർസെപ്റ്റർ തൊടുത്തുവിടുകയും ചെയ്തു. USന്റെ മിസൈൽ പ്രതിരോധം വിജയകരമായിരുന്നോ എന്ന് വ്യക്തമല്ല. മിസൈലുകൾ എപ്പോഴാണ് വിക്ഷേപിച്ചതെന്ന കാര്യത്തിലും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. വൈറ്റ് ഹൌസ്, വാഷിംഗ്ടണിലെ ബ്രിട്ടീഷ് എംബസിയോ UK പ്രതിരോധ മന്ത്രാലയമോ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും വളരെ വലിയൊരു ആക്രമണമാണ് ഡീഗോ ഗാർഷ്യയ്ക്ക് മേൽ ഇറാൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായി തന്നെ തുടരുകയാണ്. പിന്നോട്ടില്ല എന്നുറപ്പിച്ചാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് വിധേനയും ഇസ്രായേലിന് നേരെ അവർ യുദ്ധം കൊടുമ്പിരി കൊള്ളിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇന്ന് അമേരിക്കയുടെ പോർ വിമാനം വെടിവെച്ചിട്ടത്. അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും മിസൈലുകൾ അയച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നെതന്യാഹു എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഇറാനെതിരെ പോരാടാൻ ഇപ്പോൾ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇറാന് വലിയ വെല്ലുവിളിയായി മാറുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്തായാലും വിദേശത്തുള്ള ഏറ്റവും സുരക്ഷിതമായ US സൈനിക സ്ഥാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഡീഗോ ഗാർഷ്യയിൽ വരെ ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം നടന്നിരിക്കുന്നു. 4000 കിലോമീറ്റർ അകലെയുള്ള താവളം ലക്ഷ്യമിടാനുള്ള ഇറാന്റെ ശ്രമം അവരുടെ മിസൈലുകൾ മുൻപത്തേതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. തങ്ങളുടെ മിസൈൽ പരിധി 2000 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാൻചി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനെതിരായ സൈനിക നടപടികൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയതിന് പിന്നാലെയാണിത്. യുദ്ധത്തിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സമീപത്തെത്തിയിരിക്കുകയാണ് എന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിലേക്ക് ആയിരക്കണക്കിനധികം മൈനുകളെയും നാവികരെയും US വിന്യസിക്കുന്നതായി US ഉദ്യോഗസ്ഥർ സൂചന നൽകിയിട്ടുണ്ട്.